ഹായ്. മറിഞ്ഞിരിക്കുന്ന സ്വഭാവഭാഗങ്ങളെ കണ്ടെത്തുന്നതിനുള്ള ഒരു ആത്മപരിശോധനയാണ് ഷാഡോ റീഡിംഗ്. ഈ ഷാഡോ പാസ്റ്റിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തിനെ മാറ്റിമറിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ മൂലകാരണം, ഇത് ജീവിതത്തിന് എങ്ങനെ ബാധിക്കുന്നു, അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ എങ്ങനെ വെളിച്ചത്തിലേക്ക് വരാം, ഇതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ചികിത്സാമാർഗം എന്നിവയെല്ലാമാണ് ഈ ഷാഡോ റീഡിങ്ങിലൂടെ നോക്കുന്നത്. 2 of Cups, 2 of Swords, അതുപോലെ Queen of Swords and Hierophant, 3 of Swords. എന്നീ 5 കാർഡുകളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. വിശദം മൂലകാരണം എന്നതിൽ 2 of Cup എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഷാഡോ സ്വഭാവം ബന്ധങ്ങളുമായി കൂടിക്കലർന്നിരിക്കുന്നു. ബന്ധങ്ങൾ, സ്നേഹം, പങ്കാളിത്തം എന്നിവയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം. നിങ്ങൾക്ക് പങ്കാളിത്തത്തിൽ തുല്യതയില്ലാത്തതാണ് ഉള്ളിലുള്ള വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൽ 2 of Swords ആണ് കിട്ടിയിരിക്കുന്നത്. പാസ്റ്റിലുള്ള മൂലകാരണം കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ ആശയക്കുഴപ്പത്തിലും ഉൾവലിയൽ സ്വഭാവം ആയിരിക്കുന്നു. പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയാതെ അവയെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് നിങ്ങളുടെ വികാരങ്ങളെ ദൃഢമായി അടക്കി വയ്ക്കുന്നതായി കാണിക്കുന്നു. മൂന്നാമതായി, എന്ത് പാഠമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നതിൽ Queen of Swords ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായ ആശയവിനിമയം, മനസ്സിൻ്റെ ശക്തി, സത്യസന്ധത എന്നിവ പഠിക്കേണ്ടതായി കാണുന്നു. നിങ്ങളുടെ വികാരങ്ങളും ഭാവനയും നിയന്ത്രിക്കാൻ പഠിക്കണം. എങ്ങനെ ഞാൻ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം എന്നതിൽ ദി ഹീറോഫന്റ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ആത്മീയത, പരമ്പരാഗത മൂല്യങ്ങൾ, ഗുരുവിൻ്റെ ഉപദേശം എന്നിവയെല്ലാം നിങ്ങളെ സഹായിക്കും. ആവശ്യമായി അവശേഷിക്കുന്ന ചികിത്സ എന്നതിൽ 3 of Swords ആണ് വന്നിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ദുഃഖം, ഹൃദയഭംഗം, നഷ്ടം എന്നിവ ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഇത് മറക്കാനാവാത്ത വേദനയും ദുരിതവുമാണ് കാണിക്കുന്നത്. ഈ റീഡിംഗ് കാണിക്കുന്നത് ആത്മീയ പരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്നു. മുൻകാല ബന്ധങ്ങൾ, വികാരങ്ങളിലുള്ള തടസ്സങ്ങൾ, ദുഃഖം എന്നിവയിൽ നിന്ന് ഉയർന്നു വരാനുള്ള മാർഗം കണ്ടെത്താൻ സഹായിക്കുന്നു. താങ്ക് യു.